ഹായ് നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 2960 സ്ക്വയർ ഫീറ്റിൽ പണിത ഒരു ഇരുനില വീടിന്റെ വിശേഷങ്ങളാണ്. എൻ്റെ അടുത്തുള്ള നെയ്ബർ ജോഷി എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് പണിതിരിക്കണേ. അപ്പോൾ നമുക്ക് വീടിന്റെ അകം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം.
ജോഷേട്ടനാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജോഷേട്ടാ നമസ്കാരം. അപ്പൊ ഈ വീടിനെ കുറിച്ച് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അതിന്റെ എത്ര രൂപ, കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഇതൊരു 2934 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. 3000 സ്ക്വയർ ഫീറ്റിന് താഴെ നമ്മളിപ്പോ സൂപ്പർ ടാക്സിൽ വന്നിട്ടില്ല, അതിന് താഴെ വരാൻ വേണ്ടിട്ട് ഇത് കുറച്ച് പണിതിട്ടുള്ള വീടാണ്. ഒരുമാതിരി ലക്ഷറീസ് ആയിട്ട് തന്നെ പണിതിട്ടുണ്ട്. സൂപ്പർ ലക്ഷറി അല്ല, എന്നാലും അതിന്റെ താഴെ നിൽക്കാവുന്ന മാതിരി നമ്മള് വർക്കൊക്കെ ഒരുവിധം പെർഫെക്ഷനിൽ പണിതിട്ടുണ്ട്. ഫുള്ള് പുട്ടിക്കിട്ട് ഇൻസൈഡ് ഇന്റീരിയർ വർക്കുകളൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോ എനിക്കും തോന്നി. ആക്ച്വലി ഞാനും ജോഷിയാണെന്നും നെയ്ബേഴ്സാണ്. അദ്ദേഹത്തിന്റെ വർക്ക് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. ആളുടെ വീടിനെ പണിത് ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ നിയറസ്റ്റ് തന്നെ 2-3 വീടുകൾ പണിതിട്ടുണ്ട്. നമുക്ക് പോയി കണ്ടാക്കുന്നതാണ്. അപ്പൊ പ്രത്യേകിച്ച് ക്വാളിറ്റിയുടെ കാര്യത്തില് പറയേണ്ട കാര്യമില്ല, അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മളെന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ വേറൊരു വർക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായില്ല. എന്റെ ഒരു അങ്ങനെ ചെയ്യാറ് പതിവില്ല. നമ്മളൊരു വർക്ക് ചെയ്ത വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു വർക്ക് ചെയ്യാറ്. അപ്പൊ അതേമാതിരി അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഓരോ ഇഞ്ചിലും നമുക്ക് വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. അതല്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ അതിന്റെ ഓണേഴ്സ് സ്ഥലത്തില്ല, അവര് ട്രിച്ചില് സെറ്റ് വീടും കാര്യമായിട്ട് അവിടെ നിൽക്കണതാണ്. അപ്പൊ ഒരു നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെ അപ്പൊ നമ്മളവര് എന്റെ സ്വന്തം വീട് പണിയണ മാതിരിയാണ് ഞാൻ പണിത് കൊടുത്തത് അവർക്ക്. നമ്മളൊരു പുറത്തൊരാൾക്ക് വീട് പണിയണ മാതിരിയല്ല, നമ്മുടെ സ്വന്തം വീട്. 3000 സ്ക്വയർ. അതെ അതെ. ഇന്റീരിയർ അടക്കം നമുക്കിപ്പോ ഇതൊരു സ്ക്വയർ ഫീറ്റിന് നമ്മളൊരു 2250 രൂപയാണ് മാഷേന്ന് ചാർജ് ചെയ്തതാണ്. കിച്ചന്റെ കബോർഡ് വർക്കും ഈ ഇന്റീരിയർ വർക്ക്, ടി സ്റ്റാൻഡ്, രൂപക്കോട് എല്ലാം കൂടി വരുമ്പോൾ നമുക്കൊരു 2250 രൂപ സ്ക്വയർ ഫീറ്റിന് വരാവുന്ന മാതിരിയാണ് മാഷ്ക്ക് നമ്മളിത് വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മാഷ് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോ ഇതിലൊരു ഫ്രണ്ടിലൊരു മതിൽ കെട്ടി, ഒരു ഗേറ്റ്, 3 സൈഡ് മതിൽ കെട്ടി ഫ്രണ്ടിലൊരു ഗേറ്റ് വെക്കേണ്ട ഒരു പണി ബാലൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ മാഷ് മകന്റെ കല്യാണം പെട്ടെന്ന് ശരിയായ കാരണം കൊണ്ട് ഞങ്ങൾ ആ വർക്ക് കുറച്ച് ദിവസം ഒന്ന് നിർത്തി വച്ചിരിക്കുക. അതിപ്പോ നെക്സ്റ്റ് 2 ആഴ്ച കഴിഞ്ഞ കല്യാണമാണ് ഇവിടെ വീട്ടില്. അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇത് നിർത്തി വെച്ചു. അത് കഴിഞ്ഞ അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് എന്താണ് കാരണം, എത്ര അകലെയുള്ള ഒരാള് വിളിക്കാനായിട്ട് ഇപ്പൊ ആളെ കൊടകര അല്ലെങ്കിൽ ചാലക്കുടി പരിസരങ്ങൾ പരിചയപ്പെട്ടു സജസ്റ്റ് ചെയ്യാൻ കുറെ കോൺട്രാക്ടേഴ്സ് ഉണ്ടല്ലോ. അതെ അതെ. സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞതാണ്, ജോഷി ഒരു കോൺട്രാക്ടർ ഉണ്ട്, ആള് പണിത് വീട് പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2-3 വീട് പോയി കണ്ടപ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. ഞാൻ ഇവിടെ സ്ഥലത്തില്ല, ഞാൻ പുറത്താണ്. എന്നാൽ ഞാൻ കണ്ടുകൊടുത്തത് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ആളുടെ ജോലിയിൽ നല്ല സിൻസിയറിറ്റിയും പെർഫെക്ഷനാണ്. ആ വീട് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു ഫിനിഷിങ് എങ്ങനെയാണ് എന്നൊക്കെ. ഇപ്പോൾ ഒരുത്തർ സ്വന്തമായിട്ട് വീട് പണിയുമ്പോൾ അവരോട് ഇങ്ങനെ പെർഫെക്റ്റ്ലി പണിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പുറത്തായതുകൊണ്ട് അങ്ങോട്ട് രാവിലെ 8 മണിക്കുണ്ടാവും ഇവിടെ. ഞാൻ പള്ളിയൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് 7:45 വണ്ടിയിലിരിക്കുന്ന കാണാം. 8 മണിക്ക് ചോറ് കൊണ്ടുവന്ന് ഉച്ചലത്തെ ചോറ് കൊണ്ടുവന്നിരിക്കും. 5 മണി വരെയും നല്ല സൂപ്പർവൈഷൻ, നല്ല ബെസ്റ്റാണ്. ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടടുത്ത് നല്ല ടീം വർക്കേഴ്സ് ഉണ്ട്. ടീം വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഞാൻ പണി തുടങ്ങിയത് കിണറ കുത്തിയത്. അപ്പോൾ കിണർ കുത്താനായിട്ട് നല്ല എക്സ്പേർട്ട് ആൾക്കാരെ വെച്ച് നല്ലപോലെ കിണർ കുത്തി. അതുപോലെ തന്നെ റിങ്ങും നല്ലോണം കിണർ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അടുത്തത് ഫൗണ്ടേഷന് വേറെ ടീം ആൾക്കാരാണ്. അപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോൾ മതിൽ പണിയാൻ മറ്റേ ചുമരൊക്കെ പണിയാനായിട്ട് അതിനൊരു പേരെന്താണ്, ശിവൻ. ആ മേസനാണ്. ആ മേസൻ നല്ല ഒരു ആശാരിയാണ്. ഇതിൽ നല്ല എക്സ്പെർട്ടാണ്. കുറച്ച് പ്രായമുള്ള ആളിന് കംപ്ലീറ്റ് വർക്ക് ആയാലും വേറെ ആരും തൊട്ടിട്ടില്ല. അപ്പോൾ അയാൾ കഴിഞ്ഞതിന് ശേഷം മറ്റേ മുകളിലത്തെ സെൻറ്ററിങ് അതിനൊരാൾ, അയാളുടെ പേരെന്താണ് എനിക്ക് പേരറിയില്ല, രാജൻ. അപ്പോൾ അയാൾ കമ്പി കെട്ടലും ഇതൊക്കെ കംപ്ലീറ്റ് അതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്. പിന്നെ ഇൻറ്റീരിയറിന് ഒരാൾ ഞങ്ങൾ കിട്ടി, നല്ല ബെസ്റ്റ് ആൻഡ് ചീപ്പാണ്, നല്ല നീറ്റായിട്ട്. പിന്നെ ഞാൻ മറ്റേ ഇതൊന്നും ചെയ്തിട്ടില്ല, ജിപ്സം വർക്ക് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാലേ അത് പണിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഡസ്റ്റ് ഉണ്ടാവും. കുറച്ച് വില കൊടുത്ത് നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പൊട്ടിപ്പോകും. പിന്നെ അതിൽ കുറേ പൊടി പിടിക്കും. പിൽക്കാലത്ത് നമുക്ക് അതിലൊരു വീസിങ് പ്രോബ്ലം ഉണ്ടാവും.
ഒരു ഹാളില് ഇപ്പൊ ബെഡ്റൂമിലും കിച്ചണിലും വരെ ഈ സീലിംഗ് വർക്ക് ചെയ്യുന്ന ഒരു ട്രെൻഡാണുള്ളത്. അതിന് വ്യത്യസ്തമായിട്ട് മാഷ് ഇങ്ങനെ ഒരു ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്കൊരു വിഷമം തോന്നിയ ഇത്തിരി ഭംഗിയായിട്ടുള്ളൂ. പക്ഷെ അതിലും ഭംഗി അല്ല ഈ LED ഇപ്പൊ മുമ്പ് പറഞ്ഞു LED ഇങ്ങനെ ജിപ്സം വർക്ക് ചെയ്താൽ അങ്ങനെ പിടിപ്പിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കപ്പ് മേടിച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് മുകളിലിടാം. അപ്പൊ നോക്കിയാ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്റെ പേടി അതായിരുന്നു. അതെ അതെ, അത് പണി കഴിഞ്ഞപ്പോ കുറെ LED ബൾബ് ഇട്ടിട്ടുണ്ട്, ഒക്കെ കറക്റ്റ് പെർഫെക്ഷനിൽ നല്ല ഇതായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനും നമുക്ക് വേണ്ട പോലെ നല്ലൊരു ഇലക്ട്രീഷ്യനാണ്. എല്ലാം നല്ല ബിജോയ് അയാളും കൊടക്കരയാണ്. പിന്നെ ഇനിയും ഈ വർക്കേഴ്സ് എല്ലാവരും കൊടക്കരയാണ്. അതത് സ്പെഷ്യാലിറ്റി ആൾക്കാരെ കൊണ്ടുവന്നിരിക്കണം. പിന്നെ ഇനിയും എന്താണെന്ന് വെച്ചാൽ വീട് പണി കഴിഞ്ഞു, ഞങ്ങളൊരു 3 മാസമായി. എന്ത് ഫാൾട്ട് ഉണ്ടായാലും, ഒരു ചെറിയ ഫാൾട്ട് ഉണ്ടായാലും വിളിച്ചാൽ അപ്പോൾ ഓടിയെത്തും. അതാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കിണറ്റിൽ വെള്ളം എടുക്കുന്നില്ല, അപ്പോൾ മഴ പെയ്തപ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി മോട്ടറും വെള്ളത്തിൽ മുങ്ങാറായി. വിളിച്ച വഴിക്ക് അപ്പോൾ തന്നെ മോട്ടർ കയറ്റി വെച്ചു. അതുപോലെ തന്നെ ഒരു സമയത്ത് വെള്ളം താഴെ ഇറങ്ങി പമ്പ് ആകുന്നില്ല, അപ്പോൾ മോട്ടർ കുറച്ച് പൊന്തിച്ചത് താഴെ ഇറക്കി വെച്ചു. ഇങ്ങനെ അതുപോലെ തന്നെ പൈപ്പിൽ എന്തോ കംപ്ലൈൻറ്റ് വന്നാലും അപ്പം തന്നെ ഒന്ന് ചെയ്തു തരും. അതൊരു നല്ലൊരു ഇതാണ് നമുക്ക്. അതാ വേണ്ടത്, നമുക്ക് സർവീസാണ് വേണ്ടത്. ഇപ്പോ ഇത് ഈ പണി തുടങ്ങിയപ്പോ ഇടയിൽ കുറച്ച് പണികളൊക്കെ വന്നു, അതൊക്കെ വെട്ടിവിട്ടു. ഞാൻ ഈ പണിയെടുത്ത് അതിനിപ്പോൾ ഇത് ചില കോൺട്രാക്ട് എന്താ ചെയ്യാന്ന് വെച്ചാലേ, അപ്പോൾ എൻ്റെ അറിഞ്ഞൊരു സുഹൃത്തിൻ്റെ വീട് പണിയാണ് 1.5 കൊല്ലം എടുത്തു. എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു 5-6 വീട് എടുത്തു. കുറച്ച് പണിക്കാർ അവിടെ കൊണ്ടുപോയി, കുറച്ച് പണി ഇവിടെ കൊണ്ടുപോയി. അപ്പോൾ ഇതാവുന്നില്ല, ഇത് അങ്ങനെയല്ല. ഒരു ദിവസം വന്ന പണിക്കാർ പിറ്റേ ദിവസം ഉണ്ടാവില്ല, വേറെ ആൾക്കാർ വരും. അതെ, അപ്പൊ വർക്കിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയാണ്. നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത വർക്ക് എൻഡ് വരെ സെയിം വർക്കേഴ്സ്. അപ്പൊ അവർക്ക് അതിന്റെ ഓരോ മൂലം സ്പന്ദനം അറിയാൻ പറ്റും. എങ്ങനെയാണ് അവിടെ പറഞ്ഞത്, അങ്ങനെ തന്നെ ഇങ്ങോട്ട് വേണം. അവർ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടില്ല. അത് ശരി തന്നെയാണ്. ഇപ്പൊ നമുക്ക് തുടങ്ങിയത് തൊട്ട് അവസാനം വരെയും ഒരേ ആളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു 4 സ്ഥലത്ത് വീട് എടുത്ത സ്ഥലം ഓർഡർ പിടിച്ചിട്ട് വർക്കേഴ്സ് പല ആൾക്കാരും പല സ്ഥലത്ത് ഇങ്ങനെ ദിവസം വേറെ ആള് വർക്കേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ പണിവൃത്തി ഉണ്ടാവില്ല. വളരെ നന്നായിട്ടുണ്ട്. ഹൗസ് വാമിങ്ങിന് വന്നവരും എല്ലാവരും പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്, നല്ല ഫിനിഷിങ് ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഫിനിഷിങ് ഉണ്ട്, നല്ല ഫിനിഷിങ് ഉണ്ട്. അതെ അതെ അതെ. വർക്കിന്റെ കാര്യത്തില് വീഡിയോ എടുക്കുന്ന ആളുകളുടെ വർക്കില് ക്വാളിറ്റി ഉണ്ടാവും, സിൻസിയർ ആയിരിക്കും. ഞാൻ ഒന്ന് പറയാനുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ വീടുകൾക്ക് പണിതിട്ടുണ്ട്. ഇതിൽ എവിടെ ഈ തർക്കം പറയാന്ന് വെച്ചാലേ പേയ്മെൻറ്റിലാണ് തർക്കം പറയാം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വീട് പണിതു, ഒരാൾ 2-3 ആൾക്ക് എക്സ്പീരിയൻസാണ് ഞാൻ പറയണം. പാതിയിൽ അത് നിർത്തിവിടും. എന്നിട്ട് എനിക്ക് ഇനി ഒരു 3 ലക്ഷം തായോ 5 ലക്ഷം തായോ അത് തന്നാലാണ് പണി പൂർത്തിയാക്കുള്ളൂ. അല്ലെങ്കിൽ അവരെ ഇലക്ട്രിക്കൽ ജോലി പെൻഡിങ് വിടും. ഇങ്ങനെ കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതുവരെ ഞങ്ങൾക്ക് പേയ്മെൻറ്റിൽ ഒരു വിഷമോ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ ആള് പണി നമുക്ക് അറിയാമല്ലോ. ഇപ്പം ഞാനും നോക്കാൻ എല്ലാ ആഴ്ച നോക്കാറുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് കാര്യത്തിൽ നമുക്ക് കറക്റ്റാണ്.
ഒരു ഇതും ഇല്ല.